കൃഷി നാട്ടറിവ് പഠന കേന്ദ്രം റൂറൽ ഇന്നവേറ്റീവ് സ്റ്റഡി സെന്റർ അരുക്കുറ്റി കാന്തല്ലൂർ. കേരളത്തിൽ ഏതാണ്ട് 95 ലക്ഷത്തോളം കുടുംബങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 75% കുടുംബങ്ങളിലും ഈ പറയുന്ന 3 മുതൽ 5 സെന്റ് വരെ ഭൂമിയുള്ളവരാണ് എന്നും കണക്കുകൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണ് എങ്കിൽ ആ ബാക്കി വരുന്ന 3, 5, 10 സെന്റിൽ നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള പച്ചക്കറി വിഭാഗങ്ങളെല്ലാം അതിൻ്റെ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബകൃഷി അഥവാ ഫാമിലി ഫാമിംഗ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ സ്വന്തം ഗാർഹിക പരിസരം പോഷക സമ്പുഷ്ടമാക്കുക, അത് ആദായദായകമാക്കുക, അത് പരിസ്ഥിതി സംരക്ഷണത്തിന് ഉപയുക്തമാക്കുക. പോഷക സമ്പുഷ്ടം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ മാലിന്യത്തെ നമ്മളുടെ ഇടപെടലിലൂടെ നമ്മൾ ബയോമാസ് ആക്കിക്കൊണ്ട് അതിനെ പോഷക സമ്പുഷ്ടമാക്കുന്നു. മണ്ണിന്റെ ആരോഗ്യം തന്നെയാണ് മനുഷ്യന്റെ ആരോഗ്യം. ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെയുള്ള പരിഹാരം എന്ന നിലയിൽ ഗാർഹിക പരിസരം പോഷക സമ്പുഷ്ടമായിക്കൊണ്ട് നമ്മളുടെ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായ പച്ചക്കറികൾ എന്ന് പറയുന്ന 4 വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുടുംബകൃഷിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന്റെ അടിക്കുറിപ്പ് എന്ന് പറയുന്നത് ഈ ഗാർഹിക പരിസരം പോഷക സമൃദ്ധമാക്കുക എന്നതാണ്. മനുഷ്യന്റെ വൈവിധ്യമാർന്ന ഭക്ഷ്യശൃംഖല മനുഷ്യന് മാത്രമേ ഉള്ളൂ. ആ വൈവിധ്യമാർന്ന ഭക്ഷ്യശൃംഖലയിൽ ഒത്തിരി അന്നജം, പ്രോട്ടീൻ, നാരുകൾ അല്ലെങ്കിൽ ഫൈബർ എന്ന പച്ചക്കറികൾ, ആന്റി ഓക്സിഡന്റ് എന്ന പഴങ്ങൾ, വെള്ളം, ഇതെല്ലാം കൂടി ചേർന്നാണ് സമീകൃതാഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇതിലെ പച്ചക്കറികൾക്കാണ് ഏറ്റവും പ്രാധാന്യം. പാത്രത്തിൽ പാതി പച്ചക്കറി. ആ പച്ചക്കറികളാകട്ടെ 4 വിഭാഗങ്ങളും. ആ 4 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് വെള്ളരി വർഗ്ഗവിളകൾ. അപ്പോൾ ആ വെള്ളരി വർഗ്ഗവിളകൾ, മുളക് വർഗ്ഗവിളകൾ, ഇലക്കറികൾ, വേരുവർഗ്ഗവിളകൾ. ഈ വെള്ളരി വർഗ്ഗവിളകൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുക്കുർബിറ്റ ഫാമിലി അതിൽ വരുന്നത് ഒന്ന് കുക്കുംബറാണ്. ആ കുക്കുംബർ എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലത്തെ ഒരു വേലിപ്പന്തലിൽ 4, 5 ഓരോരുത്തരുടെ 10 എണ്ണം വരെ നമ്മുടെ വീട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുടുംബകൃഷിയിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഇത് സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഒരു ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നമുക്ക് യഥേഷ്ടം നമുക്ക് വീട്ടിൽ വിളയിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഈ വേലിപ്പന്തലിൽ ഒരു 5 എണ്ണം പടത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുക്കുംബർ എല്ലാം ഇതിൽ നിന്ന് കിട്ടും. വെള്ളരി വർഗത്തിലെ വേറൊരു വിഭാഗമാണ് ബിറ്റർ ഗോഡ് എന്ന് പറയുന്ന പാവൽ. ഇത് നമ്മൾക്ക് ആഴ്ചയിൽ 1, 2, 3 ഇത്രയും മതി, ധാരാളം. അപ്പോൾ അതിന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത്തരം ഒരു താങ്ങുപന്തലിൽ 2 എണ്ണം നമ്മളൊരു കയറ്റിക്കൊണ്ട് 2 കവറിൽ അല്ലെങ്കിൽ 2 സ്ഥലത്തായിട്ട് നമ്മൾ 2 എണ്ണം കയറ്റിക്കൊണ്ടാണ് ഈ പാവൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള പാവയ്ക്ക് ഇതിൻ്റെ നിന്ന് കിട്ടും. വെള്ളരി വർഗ്ഗവിളകൾ മറ്റൊന്നാണ് പടവലം അല്ലെങ്കിൽ സ്നേക്ക് ഗോഡ് എന്ന് പറയുന്നത്. അതും നമ്മൾ ഒരെണ്ണം ഈ ഇത്തരം ഒരു താങ്ങുപന്തലിലാണ് നാട്ടിയിട്ടുള്ളത്. വെള്ളരി വർഗ്ഗവിളകളിൽ തന്നെ മറ്റൊരു വിഭാഗമാണ് ബോട്ടിൽ ഗോഡ് എന്ന് പറയുന്ന ചൊരയ്ക്ക. അത് നമ്മൾ ഒരെണ്ണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ മണ്ണിലൊരു പൈപ്പ് താത്തിയിട്ട്, ഒരു 1 അടി വിസ്തൃതിയുള്ള പൈപ്പ് താത്തിയിട്ട് അതിൽ ഓർഗാനിക് മാനുവറെല്ലാം ഫില്ല് ചെയ്തുകൊണ്ടാണ് നമ്മൾ താത്തിയിരിക്കുന്നത്. അതിൻ്റെ താങ്ങുപന്തൽ എന്ന് പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞാണ്. ഒരു പൈപ്പിൽ നമ്മളൊരു സൈക്കിൾ റിം എടുത്ത് വെച്ചിട്ടാണ് അത് താങ്ങിയിരിക്കുന്നത്, താങ്ങുപന്തൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വെള്ളരി വർഗ്ഗവിളകൾ നമുക്ക് ഒന്നിച്ചു പടർത്താൻ കഴിയില്ല. അതിന് പകരമായിട്ട് പന്തലിടാനും നമുക്ക് കഴിയില്ല. ഇത്തരം താങ്ങുപന്തലുകൾ, ഇതേപോലത്തെ താങ്ങുപന്തലുകളിൽ നമ്മൾ ഒരു കോർണറിൽ ബിറ്റർ ഗോഡ്, അടുത്ത കോർണറിൽ നമ്മൾ സ്നേക്ക് ഗോഡ്, അടുത്തതിൽ റിഡ്ജ് ഗോഡ് എന്ന് പറയുന്ന നമ്മുടെ പീച്ചിൽ, അതുപോലെ തന്നെ ബോട്ടിൽ ഗോഡ് എന്ന് പറയുന്ന ചുരയ്ക്ക, ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിള തന്നെയാണ്, അതിൽപ്പെട്ടത് തന്നെ നമ്മുടെ ഈ സീസണിൽ ധാരാളം ഉണ്ടാകുന്ന അമരപ്പയർ. ഇത് കുറ്റിയമരയാണ്. അതുപോലെ തന്നെ നീളാമരയുണ്ട്, ബിൻഡ് ബീൻസ് എന്ന് പറയുന്ന ചതുരപ്പയറുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് യഥേഷ്ടം ഉൾപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ പടർന്നു കയറുന്ന ട്രailing ടൈപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഇതാണ് പയർ. ആ പയർ നമുക്ക് പ്രോട്ടീനായിട്ട് ഉപയോഗിക്കാം, പച്ചക്കറിയായിട്ടും രണ്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് പയർ വിഭാഗങ്ങൾ. അതിനെല്ലാം നമ്മൾ ഇത്തരം വേലിപ്പന്തലാണ്, നേരത്തെ കുക്കുംബറിനൊരു വേലിപ്പന്തൽ കണ്ട പോലെ തന്നെ വേലിപ്പന്തലാണ് നമ്മൾ പയർ പടർത്തിയിരിക്കുന്നത്. അങ്ങനെ വെള്ളരി വർഗ്ഗവിളകളെല്ലാം നമ്മൾ വിന്യസിച്ചതിന് ശേഷം ഇതിന്റെ കോർണറിലൊക്കെ ആയിട്ടാണ്, വേലിപ്പന്തലിലും കോർണറിലൊക്കെ ആയിട്ട് വിന്യസിച്ച ശേഷം പിന്നെ അടുത്ത രണ്ടാമത്തെ വിഭാഗമാണ് മുളക് വർഗ്ഗവിള. ആ മുളക് വർഗ്ഗവിളകളിൽ വ്യത്യസ്ത തരം മുളകുകൾ, മുളക് വർഗ്ഗവിളകളിൽ എല്ലാം വരും. ഏതൊക്കെയാണ്? നമ്മുടെ തക്കാളി വരും, വഴുതന വരും, എല്ലാം വരും. അപ്പൊ അതിൽ മുളകിൽ തന്നെ വൈവിധ്യമാർന്ന മുളകുകളാണ് ഇവിടെ
സിറ എന്ന നീളമുളക്, ക്യാപ്സിക്കം, ഉണ്ടമുളക്, കാന്താരി മുളക്. മുളക് വർഗ്ഗത്തിലെ രണ്ടാമത്തെ ഇനമാണ് തക്കാളി എന്ന് പറയുന്നത്. മുളക് വർഗ്ഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ മുളക് വർഗ്ഗം എന്ന് പറയുമ്പോൾ തന്നെ മുളകിൽ വ്യത്യസ്ത ഇനങ്ങൾ നമ്മൾ ചെയ്തു. അതിൻ്റെ അത് ക്യാപ്സിക്കം ഉണ്ട്, കാന്താരി ഉണ്ട്, നീലക്കാന്താരി ഉണ്ട്, ബജ്ജി മുളകുണ്ട്, എല്ലാം നമ്മൾ ഉൾപ്പെടുത്തി. ഒപ്പം രണ്ടാമത്തതാണ് മുളക് വർഗ്ഗത്തിലെ തക്കാളി. ആ തക്കാളിയാണ് നമ്മൾ ഈ കയറി അത് പടർന്നു കയറുന്നതുകൊണ്ട് നമ്മൾ ഇതേപോലൊരു വേലിപ്പന്തൽ അതിൻ്റെ കൃഷിത്തോട്ടത്തിൻ്റെ രണ്ട് കോർണറിലായിട്ട് എൽ ഷേപ്പിൽ നമ്മൾ ഒരെണ്ണത്തിൽ എന്ത് ചെയ്തു, തക്കാളി ചെയ്തിരിക്കുന്നു. അപ്പം തൊട്ടപ്പുറത്തെ സൈഡിൽ നമ്മൾ പയർ പടർത്തിയിരിക്കുന്നു. ഈ രീതിയിലായിരിക്കണം നമ്മുടെ 2-2.5 സെന്റുള്ള ഗാർഹിക പരിസരം നമ്മൾ വ്യത്യസ്ത വിളകളാൽ നമ്മൾ ക്രമീകരിക്കേണ്ടത്. മുളക് വർഗ്ഗ വിളകളിൽ മറ്റൊന്നാണ് നമ്മുടെ വഴുതന. ആ വഴുതനയിൽ തന്നെ ഡൈവേഴ്സിറ്റി ഉണ്ടാകണം. എന്താണ്? വ്യത്യസ്ത കളർ ഉണ്ടാകണം, വ്യത്യസ്ത ഇനം ഉണ്ടാകണം. അതിൽപ്പെട്ടാണ് വയലറ്റ്, ഉണ്ടവഴുതന, അതുപോലെ വെള്ള വഴുതന, പല കളറിലുള്ള പല നിറത്തിലുള്ള വൈവിധ്യമാർന്ന വഴുതന എല്ലാം ഉൾപ്പെടുത്തണം. നമ്മുടെ പച്ചക്കറി വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഇനമാണ് ഇലക്കറികൾ എന്ന് പറയുന്നത്, ലീഫി വെജിറ്റബിൾ. ആ ലീഫി വെജിറ്റബിൾ വ്യത്യസ്ത തരം ചീരയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ചീരയിൽ തന്നെ പാൽച്ചീര, വളരെ രുചികരമായിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒന്നാണ് പാൽച്ചീര. മറ്റൊന്ന് ചെമ്പട്ട് ചീര, ബ്ലാത്താങ്കര ചീര, അതെല്ലാം നല്ല റെഡ് കളറാണ്. ഇതെല്ലാം നമ്മൾക്ക് ഈ തോട്ടത്തിൽ ആവശ്യാനുസരണം ഉൾപ്പെടുത്താം. മറ്റൊരു വിഭാഗമാണ് പച്ചച്ചീര എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒന്നാണ് സുന്ദരിച്ചീര എന്ന് പറയുന്നത്. ഒപ്പം മയിൽപ്പീലി ചീര എന്നൊരു മറ്റൊരു വിഭാഗം. ഇലക്കറികളിൽപ്പെട്ട മറ്റൊന്നാണ് ലെറ്റ്യൂസ് ലീഫ് പോലെ നമ്മുടെ കെയിൻ ചീര. ആ കെയിൻ ചീര തന്നെ വൈവിധ്യമാർന്നത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പച്ച, പല കളറിലുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കെയിൻ ചീരയാണ്. അതുപോലെ തന്നെ സ്പിനാച്ച് എന്ന് പറയുന്ന വേറൊരു ഇനം ചീരയാണ്. ഒപ്പം ഇലക്കറികളിൽ തന്നെ വരുന്നതാണ് ക്യാബേജ്. ആ ക്യാബേജും നമ്മൾ ഇതിൻ്റെ അകത്ത് ധാരാളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കവറുകളിലും ഒക്കെ ആയിട്ടാണ്, മണ്ണിലും നമുക്ക് നടാം. അതുപോലെ തന്നെ പച്ചക്കറി വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഫ്ലവേഴ്സ്. ആ ഫ്ലവേഴ്സിൽ വരുന്നത് നമ്മുടെ ബ്രോക്കോളി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ ഉണ്ട്. ഇത് ബ്രോക്കോളിയാണ്, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ബ്രോക്കോളിയാണ്. നമ്മുടെ പച്ചക്കറി വിഭാഗത്തിലെ നാലാമത്തെ ഒരു ഇനമാണ് വേരുവർഗം. കിഴങ്ങല്ല കേട്ടോ, മറക്കരുത്, ട്യൂബർ അല്ല, റൂട്ട്സ് എന്ന് പറയുന്ന വേരുവർഗം. അതിൽപ്പെടുന്നതാണ് ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്. ഇതും നമ്മൾക്ക് ഈ തോട്ടത്തിൽ യഥേഷ്ടം ഈ സമയങ്ങളിൽ, അതായത് നമ്മുടെ വിന്റർ സീസൺ, അതായത് ഷോർട്ട് ഡേ, പകൽ സമയം കുറഞ്ഞ ഈ മാസങ്ങളിൽ നവംബർ, ഡിസംബർ, ജനുവരി ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ പച്ചക്കറി വിഭാഗങ്ങളിൽ പച്ചക്കറിയിലെ 4 വിഭാഗങ്ങൾ ഏതാണ്ട് 24 എണ്ണത്തോളം വൈവിധ്യമാർന്ന പല കളറിലുള്ള വൈവിധ്യമാർന്നത് നമ്മൾ 24 തരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏറെക്കുറെ നിങ്ങൾ കണ്ടു കാണും. ഒപ്പം നമുക്ക് ഇതിനകത്ത് മക്കച്ചോളം ചെറുധാന്യമാണ്. ചെറുധാന്യവും നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുധാന്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറുധാന്യങ്ങൾ നമുക്ക് ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം ചെയ്യാൻ പറ്റും. ഒരു 3 മാസം കൊണ്ട് നമുക്ക് ചെറുധാന്യം കിട്ടും. അതുപോലെ തന്നെ വെണ്ടയും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം വെണ്ടയ്ക്ക നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം തന്നെ വിളഞ്ഞു നിൽക്കുകയാണ്. ഇതെല്ലാം ചട്ടികളിലാണ്. ഒപ്പം ഫാമിലി ഫാമിംഗ് അഥവാ കുടുംബകൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്ഥലമുള്ളവരുണ്ട്. ഇപ്പോൾ 2 സെന്റ് എന്നുള്ളത് 3 സെന്റ്, 4 സെന്റ്, 5 സെന്റ് വരെയൊക്കെ ഉള്ളവരുണ്ട്, 10 സെന്റ് വരെയൊക്കെ ഉള്ളവരുണ്ട്. അതിൽ നമുക്ക് കോക്കനട്ട് ബേസ്ഡ് ഫ്രൂട്ട്സ് ഫാമിംഗ്, തെങ്ങധിഷ്ഠിത പഴവർഗ്ഗ കൃഷി, എല്ലാ പച്ചക്കറിയും അതിനകത്ത് ഉൾപ്പെടുത്തും. ആ തെങ്ങധിഷ്ഠിത 1-2 തെങ്ങ്, അതിൽ നമ്മൾക്ക് എല്ലാത്തരം ഫ്രൂട്ട് സ്പീഷീസ്. അതിൽ ചക്ക ഏജ്ഞാമേർലിയാണ്. ഏതാണ്ട് 3.5 വർഷം 4 വർഷം പ്രായമുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ധാരാളം ചക്ക ഇതിനകത്ത് യഥേഷ്ടം നമ്മൾക്ക് ഇതിനകത്ത് കിട്ടും. നമുക്ക് ആവശ്യമുള്ളതും അതിനേക്കാൾ കൂടുതലും നമുക്ക് വിപണനത്തിന് വരെയുള്ള വിയറ്റ്നാമേർലി വളരെ സ്വാദിഷ്ടമായ ചക്കയാണ്. അതുപോലെ തന്നെ മാവെല്ലാം കുള്ളനാണ് കേട്ടോ. ചെറിയ നമ്മൾ ക്രോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഈ ചെറിയ കുറഞ്ഞ സ്ഥലങ്ങളിൽ ചെയ്യാൻ മാത്രം നമ്മൾ കൃത്യമായി പ്രൂൺ ചെയ്ത് നിർത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെറിയ അധികം പൊക്കം വയ്ക്കാത്ത നമ്മൾക്ക് ആവശ്യമുള്ള മാങ്ങ കിട്ടും. ഇത് ചട്ടിയിൽ കാച്ചു നിൽക്കുന്ന പൂത്ത് നിൽക്കുന്ന മാവാണ്. വ്യത്യസ്ത തരം മാവ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ചെറിയ ഇനം പേര. പേര തന്നെ 4 വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം നിറച്ച് കാച്ചു നിൽക്കുകയാണ്. 4 വിഭാഗത്തിലുള്ള പേരകൾ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള പേരൊക്കെയാണ്.
ഇത് സീതാത്ത എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അതെല്ലാം അധികം പൊക്കം വെക്കാത്തതാണ്. ഇതെല്ലാം നമ്മുടെ കൃഷിയിടത്തിൽ ഈ 2.5-3 സെന്റ് ഇത് നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്താൻ കഴിയും. ഇത് ആത്ത അഥവാ ഉറുമാൻ ചക്ക എന്നൊക്കെ പറയുന്ന വേറൊരു വിഭാഗമാണ്. ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭാഗമാണ്. അതുപോലെ തന്നെ പപ്പായ, ഡ്രാഗൺ ഫ്രൂട്ട്, 4 കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഇതെല്ലാം കായ ആയതാണ്. അടുത്ത വേനലിൽ ഇപ്പം നമ്മുടെ നവംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പുഷ്പിക്കും. ഇത് ഫിംഗർ ലെമൺ എന്ന് പറയുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങയാണ്. ഇത് ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയാണ്. നമുക്ക് കായ ഫലം കിട്ടുന്നതാണ്. ഒപ്പം മധുര അമ്പഴങ്ങ, ബ്ലാത്തി അമ്പഴങ്ങ എന്നൊക്കെ പറയുന്ന നമുക്ക് കറി വെക്കാനും ഒപ്പം ഫ്രൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സപ്പോർട്ടയൊക്കെ ഇത് കണ്ടോ, ഇതൊക്കെ 1 മീറ്റർ ഹൈറ്റിൽ കൂടുതൽ പോകാൻ പാടില്ല. അത് നമ്മൾ കറക്റ്റ് വളച്ച് കെട്ടി പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ 1 മീറ്റർ ഹൈറ്റിൽ നമുക്ക് ചെറിയതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കു സപ്പോർട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് റംബുട്ടാനാണ്. ഇത് ഞാവലാണ്. ഇത് മധുരമുള്ള ലോലോലിക്ക എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഇത് ആപ്പിൾ ചാമ്പ എന്ന് പറയുന്ന വലിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൈസ് ചാമ്പക്കയാണ്. നിറച്ച് കാച്ചു നിൽക്കുകയാണ്. ഇതെല്ലാം കുള്ളനാണോ, 2 മീറ്റർ 1.5 മീറ്റർ ഹൈറ്റേ വരാവുള്ളൂ. മറ്റ് ഇതിന്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് നെറ്റിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. ഇത് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാംഗോസ്റ്റിനാണ്. ഇത് ധാരാളം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. നന്നായിട്ട് കായ്ഫലവും കിട്ടും. പപ്പായ വലുത്. ഒപ്പം ഗാർഹിക പരിസരം പോഷകസമ്പുഷ്ടമാക്കാൻ നമുക്ക് ലൈഫ് സ്റ്റോക്ക് കോമ്പണന്റിന്റെയും കൂടി ആവശ്യമാണ്. പക്ഷെ അത് നമുക്ക് ഈ കുറഞ്ഞ സ്ഥലത്ത് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കോഴി, ഒരു 10 കോഴി ഒരു സ്പെഷ്യൽ കൂടിൽ മണ്ണിൽ വളർത്തണം. കൂട്ടിലല്ല, മണ്ണിൽ വളർത്തണം. അങ്ങനെ മണ്ണിൽ വളർത്തുന്ന ഒരു രീതിയാണ്. അതിന് പ്രത്യേക കൂടുകളുണ്ട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൂടുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം മണ്ണിലാണെങ്കിലും സ്ഥലമുള്ളവർക്ക്, ഇപ്പൊ ഒത്തിരി അല്പം സ്ഥലമുള്ളവർക്ക് നമുക്ക് മണ്ണിലും വളർത്താൻ കഴിയും. ഒപ്പം നമ്മൾ കൃഷിയിടത്തിൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങെന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ആന്റി ഓക്സിഡന്റ് ഉള്ള ഒന്നാണ്. ഇതിന്റെ ഉള്ളു വയലറ്റ് ആണ്. ഇത് വൈൽഡ് വെറൈറ്റിയാണ്. വളരെ കുറച്ച് മാത്രമേ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് പച്ചക്കറി വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഏറ്റവും ഹയസ്റ്റ് ബീറ്റ കരോട്ടിനുള്ള ഒരു ഭക്ഷ്യവസ്തു കൂടിയാണ്. നേരത്തെ പറയാൻ വിട്ടുപോയ ഒന്നാണ് ഈ ഇലക്കറികളിൽപ്പെട്ട ഇല വിഭാഗത്തിൽപ്പെട്ട ചീരച്ചേമ്പ്. ഇതിന്റെ സമൂലം, ചീര ഇലയും അതിന്റെ തണ്ടും ഒരു ചൊറിച്ചിലുമില്ല. നമുക്ക് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചീരച്ചേമ്പെന്ന് പറയും. ഇതൊരു പ്രത്യേകത, കിഴങ്ങുണ്ടാകില്ല, ചീരച്ചേമ്പാണ്. ഇത് തേനീച്ചയാണ്, ചെറുതേനീച്ചയാണ്. നിങ്ങൾക്ക് കാണാം ചെറുതേനീച്ചയുടെ കൂട്. ഇത്തരം നമ്മൾ 10ഓളം കൂടുകൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇത് തേനെടുക്കാറായ ഒരു തേനീച്ചക്കൂടാണ്. കൂടാതെ കിഴങ്ങ് വർഗ്ഗ വിളകളായ ചേമ്പ്, ചേന, കാച്ചിൽ, കപ്പ ഇതെല്ലാം നമ്മൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇത്തരത്തിൽ നമ്മുടെ മാലിന്യം വലിച്ചെറിയാനുള്ളതല്ല, ആ മാലിന്യത്തെ നമുക്ക് ബയോമാസിനെ, ആ ജൈവാംശത്തെ, ബയോമാസിനെ നമ്മളുടെ ഇടപെടലിലൂടെ അതിനെ ഓർഗാനിക് കാർബണാക്കി മാറ്റിക്കൊണ്ട് മണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ആ മണ്ണിന്റെ ആരോഗ്യത്തിൽ വിളകളുണ്ടാകുകയും അതാണ്, ആ മണ്ണിന്റെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം. അതല്ലാതെ ആരോഗ്യം നമുക്ക് കടകളിൽ നിന്നും അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നിന്നും നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മളുടെ മാലിന്യം ഉപയോഗിച്ച് നമ്മൾ വിളവുണ്ടാക്കുമ്പോൾ അതിൽ നിങ്ങളുടെ നിശ്വാസവായുണ്ട്, അതിൽ നിങ്ങളുടെ കാൽച്ചുവട്ടിലെ വെള്ളമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് പ്രകൃതി നമ്മൾക്ക് ഈ പറയുന്ന ഒരു ഭക്ഷ്യ വിള നമുക്ക് തരുന്നത്. അങ്ങനെ ഭക്ഷ്യവിള ആകുമ്പോൾ അത് 100,000 പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അത് നമുക്ക് വായു തരുന്നു, വെള്ളം തരുന്നു, വൃത്തി തരുന്നു, വിളവ് തരുന്നു, വരുമാനം തരുന്നു, നമ്മൾക്ക് ആദായം, നമുക്ക് ആനന്ദം തരുന്നു. നമുക്ക് നമ്മുടെ സാമൂഹ്യവും സാംസ്കാരികവും ശാരീരികവും മാനസികവും ഒക്കെയായ ബഹുതല സ്പർശിയായ ഒന്നായി മാറിക്കൊണ്ടാണ് അഗ്രികൾച്ചർ നിൽക്കുന്നത്. അതിന് ഒരു AI സംവിധാനത്തിനോ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ആധുനിക സംവിധാനങ്ങൾക്കോ ഒന്നും സാധ്യമല്ല. അത് അഗ്രികൾച്ചറിലൂടെ സാധ്യമുള്ളൂ. അത് ഈ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ഈ കൊടുക്കൽ വാങ്ങലാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലാണ്. ഈ കൊടുക്കൽ വാങ്ങലിന്റെ പേരാണ് അഗ്രികൾച്ചർ. ഇതിൽ നിന്ന് നമുക്ക് ആർക്കും മാറി നിൽക്കാനാവില്ല. അങ്ങനെ നമ്മുടെ ഗാർഹിക പരിസരം പോഷക സമ്പുഷ്ടമാക്കുകയും അത് മറ്റു പല ഗുണഗണങ്ങളിലേക്കും മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ 2.5 സെന്റ് 3 സെന്റിലെ കുടുംബകൃഷി എന്ന് പറയുന്ന ഫാമിലി ഫാമിംഗ്. ഇത് ഇത്ര ചെറിയ സ്ഥലത്ത് ഇത്രയും സംവിധാനങ്ങളോട് തയ്യാറാക്കിയത്
നാട്ടറിവ് പഠന കേന്ദ്രമാണ്. കാന്തല്ലൂർ നാട്ടറിവ് പഠന കേന്ദ്രമുണ്ട്. ഫുഡ് ക്രോപ്പ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന, ഒപ്പം നമ്മുടെ അരുക്കുറ്റിലെ നാട്ടറിവ് പഠന കേന്ദ്രവും ചേർന്നുകൊണ്ടാണ് ഈ പ്രക്രിയകളെല്ലാം ചെയ്യുന്നത്.